നമസ്കാരം. സിദ്ധാർത്ഥന്റെ മരണം കേരളം കുറെ ചർച്ച ചെയ്തതാണ്. പൂക്കോട്ടൂർ വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥ് എന്ന തിരുവനന്തപുരത്തുകാരൻ വിദ്യാർത്ഥിയെ SFIക്കാർ മൃഗീയമായി കൊലപ്പെടുത്തിയ വാർത്തകൾ നമ്മൾ ധാരാളം പറഞ്ഞതാണ്. അതിൻ്റെ അന്വേഷണങ്ങൾ വഴിമുട്ടിയതും അന്വേഷണം അട്ടിമറിക്കാൻ ഗവൺമെൻറ് തന്നെ, കേരള പോലീസിൻ്റെ അന്വേഷണം അട്ടിമറിക്കാൻ ഗവൺമെൻറ് തന്നെ മുൻകിട്ടിറങ്ങിയതുമൊക്കെ നമ്മൾ വാർത്തകളായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചതാണ്. അതിനുശേഷം CBI അന്വേഷണത്തിന് വേണ്ടിയിട്ട് വലിയ ശക്തമായ വാദങ്ങൾ ഉയർന്നപ്പോഴും അതോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ സിദ്ധാർത്ഥന്റെ മരണത്തിന് ഉത്തരവാദികൾ പിടിക്കപ്പെടുക തന്നെ വേണം എന്ന നിലപാടിൽ ഉറച്ചു നിന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സിദ്ധാർത്ഥനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏത് വാർത്തകൾക്കും ഞങ്ങൾ വളരെ പ്രാധാന്യത്തോടെ തന്നെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. ഇപ്പോൾ CBI അന്വേഷണം വന്നു. CBI അന്വേഷണം വന്നതിനെക്കുറിച്ചും അതെങ്ങനെ വന്നു എന്നതിനെക്കുറിച്ചൊക്കെ നമുക്കറിയാം, നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ്. എന്നാലും CBI അന്വേഷണം വന്നപ്പോൾ ഇതൊരു ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. CBIയുടെ നിരീക്ഷണം അത്തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. SFIയുടെ ആൾക്കൂട്ട വിചാരണയ്ക്കിടെ കൊല്ലപ്പെട്ട പൂക്കോട്ട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണകാരണത്തിൽ വ്യക്തത വരുത്താൻ ഡൽഹി എയിംസിൽ നിന്നും CBI വിദഗ്ധോപദേശം തേടിയിരിക്കുന്നതാണ് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത. മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്നും CBI ആവശ്യപ്പെട്ടിട്ടുണ്ട്. സിദ്ധാർത്ഥന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഫോറൻസിക് സർജന്റെ റിപ്പോർട്ട്, ഡമ്മി പരീക്ഷണം നടത്തിയ റിപ്പോർട്ട് എന്നിവ എയിംസിലേക്ക് അയച്ചിട്ടുമുണ്ട്. സിദ്ധാർത്ഥന്റെ ആത്മഹത്യ നടന്ന കുളിമുറിയുടെ വാതിൽ പൊട്ടിയ നിലയിലും പൂട്ട് ഇളകിയ നിലയിലുമെന്ന് CBI വ്യക്തമാക്കിയിട്ടുണ്ട്. സിദ്ധാർത്ഥനെ പ്രതികൾ ആൾക്കൂട്ട വിചാരണ നടത്തിയെന്ന് CBI കുറ്റപത്രത്തിൽ കൃത്യമായും തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2 ദിവസം നഗ്നനാക്കി മർദ്ദിച്ചു, കുറ്റം സമ്മതിക്കാൻ നിർബന്ധിച്ചായിരുന്നു മർദ്ദനം. സിദ്ധാർത്ഥന് അടിയന്തര വൈദ്യസഹായം നൽകിയില്ലെന്ന് CBI കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്. വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറിയത് ചോദ്യം ചെയ്യുന്നതിനിടെ പ്രതികൾ സിദ്ധാർത്ഥന്റെ അടിവസ്ത്രം അഴിച്ചു മാറ്റി. ബെൽറ്റും കേബിളും ഉപയോഗിച്ച് സിദ്ധാർത്ഥനെ തുടർച്ചയായി മർദ്ദിക്കുകയും തല്ലുകയും ചവിട്ടുകയും ചെയ്തു. ഭാഗികമായി നഗ്നനായ സിദ്ധാർത്ഥൻ ഹോസ്റ്റൽ അന്തേവാസികളുടെ മുമ്പാകെ കുറ്റം സമ്മതിക്കാൻ നിർബന്ധിതനായി. ഫെബ്രുവരി 16 രാത്രി 9:30 ആരംഭിച്ച ആക്രമണം, അപമാനിക്കൽ, ഉപദ്രവിക്കൽ എന്നിവ ഫെബ്രുവരി 17 പുലർച്ചെ 1 മണി വരെ നീണ്ടുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ഇതെല്ലാം വെച്ചിട്ടാണ് ഇപ്പോൾ CBI എയിംസിന്റെ സഹായം തേടിയിരിക്കുന്നതും പ്രത്യേക മെഡിക്കൽ ബോർഡ് തന്നെ രൂപീകരിക്കണമെന്ന് പറയുന്നതും. പച്ചവെള്ളം പോലും കൊടുക്കാതെയാണ് 2-3 ദിവസം ഈ ചെറുപ്പക്കാരനെ SFI ഗുണ്ടകൾ തടവിലാക്കിയിട്ട് മർദ്ദിച്ച് കൊന്നത്. അയാൾ ആത്മഹത്യ ചെയ്തതല്ല, കൊലപാതകമാണ് എന്ന രീതിയിൽ തന്നെയാണ് CBI മുന്നോട്ട് പോകുന്നത്. ഇയാളെ കണ്ടു കെട്ടിത്തൂക്കിയതിന് ശേഷം പുറത്ത് കതവ് പൂട്ടിയിട്ട്, അകത്ത് ആൾ നിന്നുകൊണ്ട് കതവ് പൂട്ടിയിട്ടതിന് ശേഷം പുറത്ത് നിന്ന് ആളിനെ കൊണ്ട് കതവ് തല്ലിപ്പൊളിച്ചതാണെന്നുള്ള ഒരു തരത്തിലുള്ള ചില വിവരങ്ങളും ഇടയ്ക്കിൽ പുറത്തു വന്നിരുന്നു. അത് ഏകദേശം ശരിയാകുന്ന തരത്തിലാണ് CBIയുടെ നിരീക്ഷണവും ഡമ്മി പരീക്ഷണവും നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ SFI കാപാലികർ, ഗൂണ്ടകൾ അഴിക്കുള്ളിൽ വീഴുക തന്നെ വേണം. ഇവനൊന്നും ഇനി പുറം ലോകം കണ്ട് ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയരുത്. അത്രമാത്രം ഒരു ചെറുപ്പക്കാരനെ പീഡിപ്പിച്ച് കൊന്നവനാണ്. നീയൊക്കെ ശിക്ഷ അർഹിക്കുന്നവരും തന്നെയാണ്. CBIയുടെ അന്വേഷണം ശക്തമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഞങ്ങളുടെയും പ്രതീക്ഷ.